സൗണ്ട് കുറവാ. സത്യത്തില് ഇനിയും ശബ്ദം വേണം അല്ലേ? ശബ്ദം വേണം. സത്യത്തിൽ എന്റെ ശബ്ദം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അതിന് കാരണം ഗോപിയേട്ടന്റെ ഈ അഭിസംബോധനയാണ്. ഞാൻ ഇത്ര വല്ലാത്തൊരു സാധനമൊക്കെയാണെന്ന് ഇപ്പോൾ ഗോപിയേട്ടൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്നെ അഹങ്കാരിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ ഗോപിയേട്ടൻ എത്ര ശ്രമിച്ചാലും ഞാൻ അഹങ്കാരിയാവില്ല എന്നുള്ളത് കാരണം ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ സഹോദരങ്ങളുടെ അടുത്താണ്. ഈ പലപ്പോഴും ഞാൻ ആലോചിക്കാറുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറയും ഈ വൈകല്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എനിക്ക് വൈകല്യം ഇല്ലാത്തത് കൊണ്ടല്ല, വൈകല്യത്തെ മറികടക്കുന്ന ഒരു ഹൃദയം എന്നേക്കാൾ സ്ട്രോങ് ആണ് എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട്. സത്യത്തില് അതിന് കഴിവില്ലാത്തതാണ് വൈകല്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നേക്കാൾ ശക്തമായവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് വലിയ ഒരു സഹതാപം എൻ്റെ മനസ്സിൽ തോന്നാറില്ല. കാരണം എന്നെ കവർ ചെയ്ത് പോകുന്നവരാണ് അവര്. ഞാൻ അവരുമായിട്ട് മത്സരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്നേക്കാൾ പല കാര്യങ്ങളിലും അച്ചീവ് ചെയ്തവരാണ്. ശാരീരികമായിട്ടും ചിന്താപരമായിട്ടും ഒക്കെ വലിയ കുഴപ്പങ്ങളില്ലാണ്ടും ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ VVIPകളായിട്ട് തന്നെയാണ്, ഗോപിയേട്ടൻ പറഞ്ഞ വാക്ക് കണ്ടെടുക്കട്ടെ, VVIPകളായിട്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരെയും കാണുന്നത്. ഞങ്ങള് VIP എന്ന് പറയുന്നത് പോലും ആ സ്ഥാനത്തേക്ക് പോലും അനുയോജ്യരല്ല. വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ, വെരി ഇമ്പോർട്ടന്റ് പേഴ്സണിന്റെ മുമ്പിൽ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ പോലുമല്ല എന്ന് അറിയിക്കട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം. പിന്നെ സഹയാത്രയിൽ നിങ്ങൾ എന്നെ ഒരുപാട് കാലം കാത്തിരുന്നു എന്നുള്ളതല്ല, ഞാൻ നിങ്ങളെ കാണാൻ ഒരുപാട് കാലം കാത്തിരിക്കുകയായിരുന്നു. പല സാഹചര്യങ്ങളാൽ അതിങ്ങനെ വെട്ടിപ്പോയി. പിന്നെ എല്ലാത്തിനും ഒരു നിയോഗം എന്ന് പറയുന്ന ഒന്നുണ്ടല്ല, എത്തിച്ചേരാൻ ഉള്ളൊരു സമയം ഇപ്പോഴേ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അത് എൻ്റെ നഷ്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ കാത്തിരിക്കാൻ വിധം ഒന്നുമല്ല ഞാൻ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. എന്തായാലും എൻ്റെ സഹോദരങ്ങൾക്കൊപ്പം അല്പം വൈകിയാണെങ്കിലും എത്തിച്ചേരാനുള്ള സാഹചര്യം ഒരുക്കി തന്നതിൽ സർവേശ്വരനെ ഞാൻ സ്തുതിക്കുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ ജീവന്റെയും എൻ്റെ അനുജന്റെ ഒരു മരണത്തിനെ ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇങ്ങനെ മരിച്ചതിന്റെ ദുഃഖം പല രീതിയിലും, പല സുഹൃത്തുക്കളും പല ആളുകളും എന്നോട് ഇങ്ങനെ മരണപ്പെട്ടതിന്റെ ഒരു പ്രയാസം അവരുടെ മനസ്സിൽ നിന്ന് പോകാത്തതുകൊണ്ട് പല രീതിയിലും എന്നോട് ഇങ്ങനെ പ്രകടമാക്കും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാവുന്ന ഒരു നഷ്ടത്തില് അല്ലെങ്കിൽ ഒരു വിയോഗത്തില്, നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വിയോഗത്തില് നമ്മൾ വല്ലാതെ തളർന്നു പോകും എന്നുള്ളത് സത്യമാണ്. അത് മരണം എന്നുള്ള ഒരു നഷ്ടം മാത്രമല്ല, നമുക്ക് സ്വാഭാവികമാണല്ലോ, നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരാണെങ്കിലും നമ്മളിൽ നിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നാളെ അവർക്ക് ഇനി നമുക്ക് അവരെ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ വല്ലാതെ നിലയ്ക്കുക.
പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോടത് പങ്കുവെക്കാനുള്ള കാര്യം, നമ്മളൊക്കെ അതിൻ്റെ അണികളാണ്, വലിയായി ആ ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണ്. മരണം എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വലിയ നഷ്ടമാണ്. ഏറ്റവും സത്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ജനനം, ഒന്ന് മരണം. ഇത് സംഭവിക്കും എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും, നിങ്ങളിൽ പലവർക്കും ആ ഒരു കോൺസെപ്റ്റ് ഉള്ളിൽ ഉണ്ടാവുന്നവരായിരിക്കും. നമ്മളെല്ലാവരും ഒറ്റൊന്നിന്റെ ഭാഗമല്ലേ. ജീവൻ എന്ന് പറയുന്നത് ഈ പരമാത്മാവിന്റെ അംശങ്ങളായിട്ട് നിൽക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. അതിന്റെ ഒരു റൊട്ടേഷൻ അല്ലേ സത്യത്തില് ജനനവും മരണം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ എപ്പോഴാണ് ജനിച്ചത്, എപ്പോഴാണ് മരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ആലോചിച്ചത് നമുക്ക് പറയാൻ പറ്റും. ഓഷോയുടെ ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴാണ് ജനിച്ചത് എന്നുള്ളൊരു ചോദ്യം. നമ്മളൊക്കെ പറയും നമ്മളുടെ അമ്മ പ്രസവിച്ചപ്പോൾ നമ്മൾ ജനിച്ചു. സത്യത്തിൽ അതൊരു മരണമാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ മരണപ്പെടുമ്പോൾ ഭൂമിയിലേക്ക് ജനിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. അതിനു മുൻപ് നമ്മൾ ഉണ്ടായിരുന്നില്ലേ? അമ്മയുടെ ഗർഭപാത്രത്തിൽ വരുന്നതിന് മുൻപ് നമ്മൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ജീനിൽ നമ്മളുണ്ടായിരുന്നു. അതിനു മുൻപ് നമ്മൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ അപ്പോഴും നമ്മൾ സയൻസായിട്ട് നോക്കിയാൽ പോലും വീണ്ടും നമ്മൾ അതിന്റെ പുറകിലേക്ക് പോകേണ്ടി വരും. അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ ആ കോശങ്ങൾ, ആ ജീൻ, ആ സെൽ എങ്ങനെ രൂപപ്പെട്ടു എന്ന് ആലോചിക്കുമ്പോൾ വീണ്ടും അതിന്റെ പുറകിലേക്ക് അവർ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് വരെ പോകേണ്ടി വരും. ആ ഭക്ഷണ പദാർത്ഥങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ വീണ്ടും നമ്മൾ ഈ തുടങ്ങിയ മണ്ണിലേക്ക് പോകേണ്ടി വരും. മണ്ണുകൊണ്ട് നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് ചില മതവേദ പുസ്തകങ്ങൾ പറയുന്നതിൽ ഞാൻ എതിർക്കാത്തതാണ്. നമ്മൾ എല്ലാം മണ്ണായി തീരേണ്ടവരും മണ്ണിൽ നിന്ന് തന്നെ പുനർജനിക്കുന്നവരുമാണ്. ഇതിന്റെ റൊട്ടേഷൻ, ജനനവും മരണവും ഇങ്ങനെ സെക്കൻഡ് വെച്ച് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, കോടിക്കണക്കിന് ഈ ഭൂമിയിൽ സകല ജീവജാലങ്ങളുടെയും ജനനവും മരണവും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അതിനകത്ത് ഒരു നിയാസ്, ഒരു നവാസ്, ഒരു സുരേഷ്, ഒരു വിജയേട്ടൻ, ഒരു ജയദേവൻ, ആര് നോക്കാനാണ്? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആര് നോക്കാനാണ്? അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം. കാരണം നമ്മളിവിടെ ജനിക്കുന്നില്ല, മരിക്കുന്നില്ല എന്നുള്ളൊരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആത്യന്തികമായ നമ്മൾ എന്ന് പറയുന്ന ജീവൻ ഇവിടെ തന്നെ നിൽക്കുന്നു. അതിന്റെ രൂപമാറ്റങ്ങൾ ഇങ്ങനെ സയൻസ് എന്ന് പറയുന്നത് എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് പുറകിൽ ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നത് ധാതുക്കളും ലവണങ്ങളും അടങ്ങിയ ഒരു പൊടിപടലങ്ങളുടെ കൂട്ടമായിരുന്നു ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ പൊടിപടലങ്ങൾ തന്നെയല്ലേ മണ്ണ്. അപ്പോ ഏതൊരു കൺസെപ്റ്റും നമ്മൾ എത്തിച്ചേരുന്നത് ഒറ്റ ഒന്നിലേക്കാണ്, അല്ലേ? ആ ഒറ്റ ഒന്നിലേക്ക് വരുമ്പോ ഞാനും നിങ്ങളും ഒക്കെ ഒന്നല്ലേ, തത്വമസി നീ തന്നെയാണ് ഞാൻ എന്ന് പറയുന്നത്. ആ ഒരു വലിയ കോൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. നീയും ഞാനും ഒക്കെ ഒന്ന് തന്നെയാണ്. നിന്റെ ഉള്ളിലിരിക്കുന്ന ആ ഒന്നിനെ തിരിച്ചറിയാൻ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒന്നിനെ തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊന്നുമില്ല. അതാണ്, നമുക്കൊരു ദേഷ്യം വരുമ്പോ, മനുഷ്യനാണല്ലോ, നമുക്ക് ചില ചാബല്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകുന്നത് നമ്മളോട് തന്നെയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളോട് തന്നെയാണ് നമ്മൾ കയറുന്നത്. അത് ബാധിക്കുന്നത് നമുക്ക് തന്നെയാണ്. നമ്മുടെ ശരീരത്തില്
അപ്പോഴുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെയൊക്കെ ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരൊറ്റ വലിയ ഒന്നിന്റെ ഭാഗമായി നിൽക്കുന്ന നമ്മൾ എവിടെയും പോകുന്നില്ല. അതിന്റെ രൂപമാറ്റങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരുന്നോട്ടെ. അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. അതൊരു വലിയ സത്യമാണ്. അത് അറിയുന്നത് തന്നെ വലിയ സുഖമുള്ള കാര്യമാണ്. നമ്മൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഉണ്ട്, അത്ര മാത്രം വിചാരിച്ചാൽ അത് ആനന്ദകരമാക്കുക, സന്തോഷകരമാക്കുക. എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ കുറച്ച് നാടുകളിൽ പോയി എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിങ്ങളോട് ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, അച്ഛൻ മരണപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എന്നെ കൂടി സാന്ത്വനപ്പെടുത്തേണ്ട ഒരു ആവശ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് കൂടി പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അധികരിച്ചു പോയെങ്കിൽ ക്ഷമിക്കും. എന്തായാലും ഓണമാണ്. ഓണത്തിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മഹാനായ ചക്രവർത്തി, നമുക്ക് ഏറ്റവും സ്നേഹിക്കാൻ തോന്നുന്ന ഒരു ചക്രവർത്തി അല്ലേ?